എല്ലാവർക്കും വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട MP നന്ദി പറയുന്നു. അതോടൊപ്പം നേരത്തെ MP തന്നെ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് റസൽ ജോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഔദ്യോഗികമായി അല്ലെങ്കിലും ഔദ്യോഗികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഈ സ്വാതന്ത്ര്യ ദിനം മാത്രമല്ല, ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മുടെ പുതിയ പുതിയ അസ്വാതന്ത്ര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ അടിസ്ഥാനപരമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം, അതിന്റെ ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് നിങ്ങളിവിടെ മുല്ലപ്പെരിയാർ എന്ന ഒരു ഭീഷണി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാനും അതിന് ശാശ്വതവും സമാധാനപരവും നിയമപരവുമായ പരിഹാരം തേടാനുമാണ് ശ്രമിക്കുന്നത്. ഇത് മൂന്നും പ്രധാനമാണ്. അതിന്റെ പരിഹാരം ശാശ്വതമായിരിക്കണം, സമാധാനപരമായിരിക്കണം, അത് നിയമപരമായി സാധുതയുള്ളതുമായിരിക്കണം. കാരണം നമ്മളൊരു നിയമവാഴ്ചയിൽ, ഭരണഘടനയിൽ, നിയമ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരുപാട് ഇവിടെ സംസാരിച്ചിരിക്കും. ഇനിയിപ്പോ അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി റസൽ ജോയിയെ പോലെയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ ഇടപെടുന്ന 1998 അന്ന് കേരളത്തിൽ നിന്നല്ല എവിടെയും ചർച്ചയില്ല. തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷകരും കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരും അടക്കം മേധാ പട്കർ നേതൃത്വം നൽകുന്ന നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെന്റിന്റെ ഒരു യോഗത്തിൽ വെച്ച് മുല്ലപ്പെരിയാർ സംബന്ധിച്ച ചർച്ച വരികയും 98 ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് ഏതു തരത്തിലുള്ള പരിഹാരം തേടണമെന്ന് അന്വേഷിക്കുന്നതിനായി പീപ്പിൾ ടു പീപ്പിൾ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. സർക്കാരുകൾ തമ്മിലല്ല, ജനങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയിലൂടെ ഇതിന് പരിഹാരം വേണം. ഇപ്പോഴും അതേ നടക്കൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സർക്കാരുകൾ, രാഷ്ട്രീയ കക്ഷികൾ, അവരുടെയൊക്കെ താല്പര്യ വ്യത്യാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെയൊക്കെ മുമ്പിൽ അതിന്റെ സത്യാവസ്ഥകളൊക്കെ ഉണ്ട്. 2006 സുപ്രീം കോടതിയുടെ വിധി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 136 അടിയിൽ നിന്ന് 142 അടിയാക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിൽ കുറെ ആളുകളെങ്കിലും ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ആലോചിച്ച് ഈ രംഗത്ത് വരാൻ തുടങ്ങി. കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ പൊട്ടബില്ലെന്ന് ഞാൻ പറയും. അത് സുപ്രീം കോടതി വിധിയെ മറികടക്കാനാണ് എന്ന് വ്യക്തമായിരിക്കെ ആ ബില്ല് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ തമിഴ്നാട് കൊടുത്ത കേസാണ് പിന്നീട് പ്രമാദമായി വളർന്നു വന്ന മറ്റൊരു കേസ്. 136 അടി 142 ആക്കുമ്പോൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ് കേരള സർക്കാർ പറഞ്ഞത്. അന്ന് തന്നെ ഞങ്ങളെ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങളുടെ സമീപനത്തിൽ അടിസ്ഥാനപരമായ തകരാറുകളുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രവുമല്ല, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളത്തിന് എന്തുണ്ടാകും എന്നതിനേക്കാൾ തീർച്ചയായും അതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുമെന്ന് ഉറപ്പുള്ള ഒരു ജനതയുണ്ട്. മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയ്ക്കുള്ള 4 ജില്ലകൾ, ഇടുക്കി ജില്ലയിൽ 4 പഞ്ചായത്തുകൾ, അയ്യപ്പൻകോവിലടക്കം. ആ 4 പഞ്ചായത്തിലെ ജനങ്ങളാണ് ശരിക്കും 2006 ഡിസംബറിൽ ഇപ്പോൾ ചപ്പാത്ത് സമരപന്തൽ ആരംഭിക്കും. ആ സമരപന്തൽ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. അന്ന് അവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയും ആ സമരത്തിന് കാര്യമായി പിന്തുണ നൽകിയില്ല. ആർക്കും മുല്ലപ്പെരിയാർ ഒരു ഗൗരവതരമായ വിഷയമായി, ഒരു ജനകീയ വിഷയമായി പരിഗണിക്കപ്പെട്ടതേയില്ല. ആ സമരപന്തലിലേക്ക് അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടിച്ചെത്തിയതുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് പോലും 5 മിനിറ്റ് വന്നിരുന്നിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഫാദർ ജോയ് നിരപ്പേലും ഇന്ന് ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്ത CP റോയ് സാറുമാണ് അന്ന് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി എന്ന അർത്ഥത്തിൽ അവിടെ സമരം ചെയ്തിരുന്നത്. അവരുടെ ക്ഷണപ്രകാരമാണ്
ഞാനടക്കമുള്ള ആളുകൾ അവിടെ പോയത്. അന്ന് അവിടെ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, തീർച്ചയായും 110 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് തങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ളത് ഏത് ജനതയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആശങ്ക 100% ശരിയാണ്. ആ ഡാം നിലനിൽക്കാൻ പാടില്ലാത്ത ഡാമാണ്. അങ്ങനെ നിലനിന്നാൽ അത് വലിയ ഭീഷണിയാവും. അതിന് പരിഹാരം കാണണം. പക്ഷെ അവരോട് ഞാൻ നിയോജിച്ച ഒരു കാര്യമുണ്ട്. അതിലവർ ആവശ്യപ്പെട്ടത് പുതിയ ഡാം എന്നാണ്. പുതിയ ഡാം എന്ന ആവശ്യം കുറെ പഠിച്ച് അന്ന് തന്നെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. സാങ്കേതികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ലക്ഷ്യമാണ്. നമുക്ക് വളരെ എളുപ്പമായി തോന്നാം, ഒരു വീട് ഇടിഞ്ഞു വീഴാറായാൽ വേറൊരു വീട് വയ്ക്കുക എന്നതുപോലെയല്ല ഒരു ഡാം പൊട്ടും എന്ന് സംശയിച്ച് വേറൊരു ഡാം പണിയുന്നത്. നമ്മൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വീട് പുതുക്കി പണിയാൻ പറ്റില്ലല്ലോ. ഇവിടെ വെള്ളം അതിനകത്ത് ഉള്ളിടത്തോളം ആ ഡാം നമുക്ക് തൊടാൻ പറ്റില്ല. അതിന് പുറത്ത് വേണം ഡാം ഉണ്ടാക്കാൻ. അവിടെ നിന്ന് തുടങ്ങുന്നു അതിന്റെ പ്രശ്നം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, സത്യാവസ്ഥ ജനങ്ങളോട് പറയില്ല എന്നുള്ളതാണ്. ഇതിന്റെ ക്രക്സായ കാര്യം ജനങ്ങളോട് പറയില്ല. മുല്ലപ്പെരിയാറിൽ ഒരു ജല കരാറില്ല. നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കാമെന്നോ കൊടുക്കില്ല എന്നൊന്നും മുല്ലപ്പെരിയാർ കരാറിലില്ല. 8000 ഏക്കർ സ്ഥലം പാട്ടത്തിന് കൊടുത്തിരിക്കുക മാത്രമാണ്. മറ്റു കാര്യങ്ങൾ ചെറുസൽ ജോയി പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യത്തിൽ മാത്രം ഉള്ളൂ. 8000 ഏക്കർ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. ആ പാട്ട സ്ഥലത്ത് അവരണകെട്ടി അവിടെ വീഴുന്ന വെള്ളം അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നത് മാത്രമാണ് കരാർ. ഇപ്പോ പറമ്പിക്കുളം അളിയാർ കരാർ പോലെയോ നെയ്യാർ കരാർ പോലെയോ കാവേരി കരാർ പോലെയോ ഒക്കെ ഇത്ര വെള്ളം കൊടുക്കാമെന്നല്ല. കാവേരി കരാറിൽ ഇത്ര വെള്ളം കർണാടക തമിഴ്നാടിന് കൊടുക്കാമെന്നാണ്. പറമ്പിക്കുളം അളിയാർ കരാറിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നെയ്യാർ കരാറിൽ അങ്ങനെയാണ്. ഇത്ര വെള്ളം നമ്മൾ കൊടുക്കാമെന്നാണ്. അപ്സ്ട്രീമിലെ സംസ്ഥാനം ഡൗൺ സ്ട്രീമിന് ഇത്ര വെള്ളം കൊടുക്കും. ഇവിടെ അങ്ങനെയില്ല. ആ ഏരിയയിൽ ഒരു മഴ പെയ്തില്ലെങ്കിൽ, ഒരു തുള്ളി വെള്ളം തമിഴ്നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് ഒരു കുഴപ്പമില്ല. കേരളത്തിനോട് ചോദിക്കാൻ തമിഴ്നാടിന് നിയമപരമായ ഒരു അധികാരമില്ല. അവിടെ വെള്ളം വീണ് ആ വെള്ളം ശേഖരിച്ച് അവരുടെ മാർഗത്തിലൂടെ കൊണ്ടുപോയാൽ മാത്രം. അത് ഞാൻ പറയാൻ കാരണം, പുതിയ ഡാം എന്ന് പറയുന്നത് 8000 ഏക്കറിന് പുറത്തുള്ള ഒരു സംവിധാനമാണ്. 8000 ഏക്കറിന് പുറത്തുള്ള ഒരു സംവിധാനം ഇന്ന് നിലനിൽക്കുന്ന ഈ 999 വർഷത്തെ കരാറിന്റെ ഭാഗമേ ആവില്ല. കാരണം നിങ്ങളൊരു പാട്ടക്കരാർ 100 ഏക്കർ സ്ഥലം നിങ്ങൾ ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്താൽ അവിടെ അയാൾ കെട്ടിടം കെട്ടുകയോ വേറെ എന്തെങ്കിലും ചെയ്യുകയോ അപകടമുണ്ടെന്ന് വന്നാൽ നിങ്ങൾ പറയുകയാണ് ഞാൻ വേറൊരു കെട്ടിടം കെട്ടിത്തരാം എന്ന് പറഞ്ഞാൽ അയാൾ പറയും നിങ്ങളുടെ ഭൂമിയിലേക്ക് കെട്ടാൻ പറ്റും, എന്റെ ഭൂമിയിൽ കെട്ടാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭൂമിയിൽ കെട്ടിയ അയാൾക്ക് സ്ഥലം കൊടുക്കണമെന്നുള്ളത് വേറെ വിഷയമാണ്. പ്രശ്നം എന്താ? നമ്മുടെ ഭൂമിയിൽ നമ്മൾ അണക്കെട്ട് കെട്ടി നമ്മുടെ പണം മുടക്കി നമ്മുടെ വനം നശിപ്പിച്ച് നമ്മൾ ഡാം പണിത് കൊടുക്കാം എന്ന് പറയുന്ന, പെട്ടെന്ന് കേട്ടാൽ നമ്മൾ നല്ല വിശാല ഹൃദയരായ ആളുകളാണ് എന്ന് തോന്നും. പക്ഷെ ആ വിശാല ഹൃദയത്തിന് മുമ്പിൽ തമിഴ്നാട് വീഴില്ല. കാരണം നമ്മളെക്കാൾ ബുദ്ധിയും ജലസാക്ഷരതയും ഉള്ള ആളുകളാണ് തമിഴ്നാട്ടുകാർ എന്നതാണ് സത്യം. നമ്മള് ഈ പ്രസംഗവും ചാനൽ ചർച്ചകളും മാത്രമേ നമുക്കറിയാവൂ. വളരെ ഉപരിപ്ലവമാണ് മലയാളിയുടെ ചിന്ത. ജലത്തിന്റെ രാഷ്ട്രീയം നന്നായി അറിയാവുന്നവരാണ് തമിഴ്നാട്ടുകാർ. വെള്ളം കിട്ടിയില്ലെങ്കിൽ 6 ജില്ലകൾ വറ്റി വരണ്ട് മരുഭൂമിയാകും എന്നവർക്കറിയാം. ഈ വെള്ളം കൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. 1 നൂറ്റാണ്ടിലേറെയായി. ഇനി 8 നൂറ്റാണ്ട് 8.5 നൂറ്റാണ്ട് ഇനിയും ഇങ്ങനെ തന്നെ പോകണം എന്നാഗ്രഹിക്കുന്നവരാ. കാരണം അവർക്ക് മണ്ണുമായും വെള്ളവുമായും ബന്ധമുണ്ട്. ശരാശരി മലയാളിക്ക്, പ്രത്യേകിച്ച് നഗരവൽകൃതരുമായ മലയാളിക്ക് വെള്ളവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ ജീവിക്കുന്ന കൊച്ചിയിൽ മഴ പെയ്താൽ കൊച്ചിക്കാർ മുഴുവൻ ആശങ്കയിലാണ്. മഴ വേണ്ട എന്നാണ് കൊച്ചിക്കാരുടെ പൊതു നിലപാട്. ഞങ്ങൾ വികസിച്ചു പോയി. അതുകൊണ്ടാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മഴ പെയ്താൽ മുങ്ങും, യാത്ര ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ വെള്ളം കയറും, കാറ് മുങ്ങിപ്പോവും, വഴി മുങ്ങിപ്പോവും. നമുക്ക് വെള്ളത്തെ കുറിച്ച് അങ്ങനെ മാത്രമേ ഐഡിയ ഉള്ളൂ. വെള്ളം കൃഷി ചെയ്യാനുള്ളതാണെന്നും വെള്ളം മണ്ണിനെ നനയ്ക്കാനുള്ളതാണെന്നും വെള്ളമാണ് ഭക്ഷണത്തിന് കാരണമാകുന്നതെന്നും എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല. കാരണം നമുക്ക് കുപ്പിയിൽ വെള്ളം കിട്ടും എന്ന ഒരൊറ്റ ധൈര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തമിഴ്നാട്ടുകാർ അങ്ങനെയല്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരുടെ ജീവിതം
കട്ടപ്പുകയാവും എന്ന് അവർക്കറിയാം. അതവരുടെ രാഷ്ട്രീയത്തിൽ മുഴുവനുണ്ട്. നമുക്കറിയാം, വീരപ്പനും രാജകുമാർ എന്ന നടനെ തട്ടിക്കൊണ്ടുപോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അറ്റം വരെ പോകാൻ അവർ തയ്യാറാണ്. അന്ന് വീരപ്പന് പിന്തുണ തമിഴ്നാട്ടിൽ, വീരപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇത്രയും കൊള്ളരുതാത്തൊരു ക്രിമിനലാണ്. പക്ഷെ അയാൾക്ക് പിന്തുണയുമായി തമിഴ്നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വന്ന കാര്യം നമ്മൾ മറന്നുപോയി. കാരണം അത് കാവേരി ജലതർക്കവുമായ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഡാം പണിത് അവർക്ക് വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട, നമുക്ക് നമ്മുടെ കൂടെ ഇന്നില്ല, അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഉണ്ടായിരുന്ന കാലത്ത് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ രമേശ് ചെന്നിത്തല എഴുതിയ പുസ്തകമാണ് അത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അന്ന് നിയമസഭാ ഹാളിൽ എന്നെ ക്ഷണിക്കപ്പെട്ടു. അപ്പൊ ഞാനന്ന് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നത് നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കാം, കേരളത്തിന് സുരക്ഷ നൽകുന്നത്. ഇവിടെയും വളരെ ഉപരിപ്ലവമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. തമിഴ്നാട് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടതില്ല, തമിഴ്നാട് വെള്ളം എടുക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. ഞാനിപ്പോൾ ഫ്രീ ആയി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നാളെ മുതൽ നിങ്ങൾ തരിക എന്ന് പറഞ്ഞാൽ അതിന് കോൺട്രാക്ച്വലായി വലിയ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് എന്റെ വീട്ടിലെ മാങ്ങ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ പറയാണ് മാവ് എനിക്ക് തന്നേക്കും, ഞാൻ നിങ്ങൾക്ക് മാങ്ങ തരാം എന്ന് പറഞ്ഞാൽ മാങ്ങ തരാം എന്നേ ഉള്ളൂ, തന്നോളുന്നില്ല. ഞാൻ എടുക്കുന്നത് എന്റെ മാങ്ങയാണ്, നിങ്ങൾ തരുന്നത് നിങ്ങളുടെ മാങ്ങയാണ്. ഇത് കോൺട്രാക്റ്റിൽ വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ എങ്ങനെ കരാർ എഴുതിയാലും. മാത്രവുമല്ല, നിങ്ങൾ പുതിയ ഡാം കെട്ടുമ്പോൾ 999 വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള 160 വർഷത്തേക്ക് കൊടുക്കാമെന്ന് നിങ്ങൾ എഴുതി കൊടുക്കും. 863 വർഷത്തേക്ക് ഈ ഡാമിൽ നിന്ന് വെള്ളം എടുത്തുകൊള്ളാം എന്ന് പറയാനൊരു കരാർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? 863 വർഷം നിലനിൽക്കുന്ന ഒരു ഡാം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? അപ്പൊ ആ കരാർ എങ്ങനെയായിരിക്കും നമ്മൾ ഡാം കെട്ടിയാൽ? ഇതൊക്കെ നമ്മളെക്കാൾ നന്നായി തമിഴ്നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഡാമും വേണ്ട, നിങ്ങളുടെ വെള്ളവും വേണ്ട എന്നവർ പറയുന്നത്. ഞാൻ അവരെ കുറ്റം പറയില്ല, കാരണം അവർ നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. അതാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഡാമിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന വെള്ളം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല പറയുമ്പോൾ അതാണ് എന്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഡാം കെട്ടുമ്പോൾ നമുക്കറിയാം വളരെ ഉയരത്തിലാണ്, താഴെ നിന്നാണ് ഈ പുതിയ ഡാം കെട്ടേണ്ടത്. ഇപ്പോഴുള്ള ഡാമിന്റെ ഇരട്ടിയോളം അതിൽ കൂടുതൽ ഉയരത്തിൽ ഈ ഡാം കെട്ടേണ്ടി വരും. അങ്ങനെ ഡാം കെട്ടേണ്ടി വരുമ്പോൾ സംഭവിക്കുന്നത്, ഈ വെള്ളം അപ്പൊ ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയേക്കാൾ കൂടുതൽ വെള്ളം അതിൽ ശേഖരിക്കേണ്ടി വരും. അത് അത്രയും വലിയൊരു ഡാം കെട്ടി അത്രയും വെള്ളം കേരളത്തിന് ഇപ്പോൾ കിട്ടുന്ന വെള്ളവും ഭൂമിയും തമിഴ്നാടിന് കൊടുക്കേണ്ട വല്ല ആവശ്യവും കേരളത്തിനുണ്ടോ? ഈ ഡാം ആരുടെയാണ്? ആരുടെ ഡാമാണിത്? തമിഴ്നാടിന്റെ ഡാമാണ്. അങ്ങനെ തന്നെയാണ് അത് ഇപ്പോൾ സുപ്രീം കോടതി രേഖകളിലും തമിഴ്നാടിന്റെ ഡാമാണ്, തമിഴ്നാടിന്റെ ആവശ്യം. അപ്പൊ അതുകൊണ്ടാണ് തമിഴ്നാട്. അതുകൊണ്ട് കേരളം സാമ്പത്തികമായും ഒരു അനാവശ്യത്തിനെ പറഞ്ഞ് ഞങ്ങൾ ഡാം കെട്ടിത്തരാം. ഇതിനങ്ങനെ ഡാം കെട്ടുന്നത്? അവർക്ക് പോലും വേണ്ടാത്ത ഡാം നാം എന്തിനാ കെട്ടുന്നത്? ഇതാണ് എന്റെ ആദ്യത്തെ. രണ്ടാമത്തെ വിഷയം, ഇത് മുമ്പ് പറഞ്ഞതാണ്. ബാക്കി 999 വർഷത്തിൽ ബാക്കിയുള്ള കാലത്തേക്ക് ഈ ഡാമിന് ഉറപ്പ് നൽകാൻ കേരളത്തിന് കഴിയാത്തത് കൊണ്ട് അപ്പൊ എന്തായിരിക്കും? അങ്ങനെ ഉറപ്പ് നൽകി നോക്കിയാൽ നമ്മൾ വാദത്തിന് വേണ്ടി തൽക്കാല രക്ഷയ്ക്ക് ഒരു ഡാം കെട്ടി, ഈ ഡാമിന് തകരാറ് വന്നാൽ ഞങ്ങൾ വേറെ ഡാം കെട്ടിത്തരാമെന്ന് പറയുന്നത്. താഴേക്ക് കെട്ടാൻ പറ്റുള്ളൂ. നിലവിലെ ഡാമിനകത്ത് ഡാം കെട്ടാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഓരോ 100 വർഷത്തിനും ഒരു ഡാം കെട്ടാൻ തീരുമാനിച്ചാൽ 8 ഡാം താഴേക്ക് കെട്ടേണ്ടി വരും. ഇത് സാങ്കേതികമായി പ്രായോഗികമാണോ? ഇതൊന്നും ആലോചിക്കേണ്ട. ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും അതുപോലെ അവരെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യം. ഇപ്പൊ നമുക്ക് ഇതങ്ങ് പരിഹരിക്കാം. ദീർഘകാല പ്രശ്നം നമ്മൾ പരിഹരിക്കുന്ന, യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ ദീർഘകാല പ്രശ്നം തന്നെയാണ്. അതിന് ദീർഘകാല സുസ്ഥിര പരിഹാരം തന്നെയാണ് വേണ്ടത്. 100 വർഷം കഴിഞ്ഞ് വരുന്ന ആളുകൾ വീട്ടുകൊടുത്ത് ഡാം കെട്ടി കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനറേഷന് പോകാൻ പറ്റില്ല. ഞാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ 100 വർഷം കഴിഞ്ഞാൽ അവരുടെ തലയിലിരിക്കും. അത് പിന്നത്തെ 100 വർഷം കഴിഞ്ഞാൽ പിന്നെ വരുന്നവരുടെ തലയിലിരിക്കും. അപ്പൊ അത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കരാറും ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് മൂന്നാമത്തെ വിഷയം. നമ്മള് മുല്ലപ്പെരിയാർ 136 നിന്ന് 142 ആക്കുന്നതിനെതിരായിട്ട് കേരളം കൊടുത്ത ഹർജി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 6 വർഷം കൊണ്ട് ഈ 6 മീറ്റർ താഴ്ത്തിയപ്പോൾ 1979 ജലനിരപ്പ് താത്തുന്നത്. CWS ഇങ്ങനെ താത്തി ഇപ്പോ 79 കഴിഞ്ഞാൽ ഒരു 30, 35, 40 വർഷമായി. ആ സമയത്തേക്ക് 35 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ ചർച്ച വരുന്നത്. ആ സമയം കൊണ്ട് അവിടെ ഒരുപാട് വനം വളർന്നു വന്നിട്ടുണ്ടെന്നും ഈ വെള്ളം ഉയർത്തിയാൽ ആ വനം മുങ്ങിപ്പോകുമെന്നും വളരെ പരിസ്ഥിതി കൺസേൺ ആണ്, നമുക്ക് മനസ്സിലായി. പക്ഷെ ആ പറയുന്നതിലെ വിഡിത്തം എന്താ വെച്ചാൽ, അവിടെ 6 മീറ്റർ ഉയരത്തിൽ വനം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പുതിയ വനം.
ഈ വനത്തിന്റെ ശേഷി നോക്കുന്ന എത്ര പഴയ വനമാണ്, പുതിയ വനമാണെന്ന്. പുതിയ വനം വന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന പരിഹാരം എന്താണെന്നല്ലേ സുപ്രീം കോടതി? ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെരിയാർ ടൈഗർ റിസർവിലെ ആയിരക്കണക്കിന് ഏക്കർ മുക്കി പുതിയ ഡാം പണിയാന്ന് പറയുന്ന ആളുകളാണ് 6 മീറ്റർ ഉയരത്തിലുള്ള വനം നഷ്ടപ്പെടുന്നതിനെ പറ്റി ആശങ്കപ്പെടുന്നത് എന്ന് അവരുടെ വക്കീൽ പറഞ്ഞാൽ നമുക്ക് കേട്ടിരിക്കേ പറ്റുള്ളൂ. നിങ്ങൾ എവിടെയാ ഡാം പണിയാൻ പോണേ? പെരിയാർ ടൈഗർ റിസർവിലാണ്. പെരിയാർ ടൈഗർ റിസർവിലാണ്. പെരിയാർ ടൈഗർ റിസർവിൽ ഡാം പണിയാൻ നമ്മളിപ്പോ തീരുമാനിച്ചാലും, കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും, തമിഴ്നാട് സമ്മതിക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം, സമ്മതിച്ചാലും എളുപ്പത്തിൽ അവിടെ പണിയാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം, അതിന് അനുമതി കിട്ടില്ല അടുത്ത കാലത്ത്. ശബരിമലയ്ക്ക് 25 ഏക്കർ വനഭൂമിക്ക് വേണ്ടി നമ്മൾ എത്ര കാലമായി പിടിക്കണം? എന്താ കിട്ടാത്തത്? അത് കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ കാലത്ത് നിങ്ങൾ വനഭൂമി മുക്കിക്കളയുന്ന ഒരു പദ്ധതിക്ക്, ഇത്രയും വലിയ വനഭൂമി മുക്കിക്കളയുന്ന പദ്ധതിക്ക് ഒരാളുടെ ഒരു റിട്ട് മതി NGT-യിലോ സുപ്രീം കോടതിയിലോ, അത് അവിടെ കിടക്കും ജീവിതകാലം മുഴുവൻ. ഒരു കാലത്തും ആ വനം മുക്കിക്കളയാൻ കിട്ടില്ല. അപ്പൊ ഡാമിന് പണി കിട്ടില്ല, ഡാം പണിയാനും പറ്റില്ല. സാമ്പത്തികമായി കേരളം എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണി ചെയ്യുന്നത്? ഇനി നമ്മൾ തമ്മിൽ തർക്കം വന്നാൽ രാഷ്ട്രീയമായി ആരാണ് ജയിക്കുക? തമിഴ്നാടും കേരളവും തമ്മിൽ തർക്കം വന്നാൽ 40 സീറ്റുള്ള തമിഴ്നാടും 20 സീറ്റുള്ള കേരളവും പാർലമെന്റിൽ, ബഹുമാനപ്പെട്ട ഡീനൊക്കെ ഞാൻ കുറച്ച് കാണുകയല്ല, പക്ഷെ അങ്ങനെ വന്നാൽ ദേശീയ തലത്തിൽ ഒരു തർക്കം വന്നാൽ സ്വാഭാവികമായും തമിഴ്നാടിനായിരിക്കും മേൽക്കൈ. നമ്മളതൊക്കെ കാണണം. ഇതിന് നീതിയുടെയും ന്യായത്തിന്റെയും ന്യായത്തിന്റെയും പ്രശ്നമില്ല, നയത്തിന്റെയും സ്ട്രാറ്റജിയുടെയും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നിതാണ്, 2012 വളരെ പെട്ടെന്ന് തൊടുപുഴയുടെ ബഹുമാനപ്പെട്ട MLA-യും അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയുമായ PJ ജോസഫ് ഈ വിഷയം അതിശക്തമായി ഉന്നയിക്കുന്നു. അതേക്കുറിച്ച് വൈകാരികമായി അത് ഉന്നയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ വൈകാരികമായിട്ട് ആ പ്രശ്നം ഉന്നയിച്ചു. അത് അങ്ങനെ ഉന്നയിക്കണമെന്നുള്ളതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസം. അത് വേറെ പ്രശ്നം. ഞാൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞെന്തുകൊണ്ടാൽ ഞാൻ ഈ വിഷയത്തിൽ വല്ലാതെ ടെൻസ് ആവുന്നത് എന്റെ വ്യക്തിപരമായി എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവമാണ്. ഫോർട്ട് കൊച്ചിയിൽ അന്ന് മുല്ലപ്പെരിയാർ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. രാവിലെ വൈകുന്നേരം ഒക്കെ മെഴുതിരി പിടിക്കുകയാണ്. നമ്മുടെ ചാനലുകൾ മുഴുവൻ മുല്ലപ്പെരിയാർ 136 അടി, 137 അടി, 138 അടി എന്ന് കാണിക്കുകയും ആളുകളുടെ ഒരു ടെൻഷനാണ്. ഇത് ഏതോ ഒരു അടി വന്നാൽ ഇത് പോകുന്നുള്ള മട്ടിലാണ് നമ്മൾ കേൾക്കണം. അപ്പോ ഇതിന്റെ ഫലമായി വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പേടിക്കുക. ആ ഫോർട്ട് കൊച്ചി സ്കൂളിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ചെറിയ കുട്ടി, 7ാം ക്ലാസ്സുകാരനായ ഒരു കുട്ടി, ഞാൻ അവിടെ ക്ലാസ് ഒക്കെ എടുത്തു, കുട്ടികളോടൊക്കെ സംസാരിച്ചു മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങൾ. ആ കുട്ടി എന്റെ അടുത്ത് വന്നു ക്ലാസ്സിന് പുറത്ത്. വേറെ 2 കുട്ടികളും കൂടിയിട്ടാണ്. സാറേ ഒരു സംശയം ഉണ്ടെന്ന്. നിങ്ങൾക്ക് അവിടെ ചോദിക്കാനില്ല? ഇല്ല, എനിക്ക് എന്റെ ഒരു സംശയമാണ്. ഞാൻ ചോദിച്ചോ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പള്ളുരുത്തിയിൽ 2ാമത്തെ നില മുങ്ങുമെന്നാണ് അവന്റെ ചോദ്യം. കേട്ടാൽ നമുക്ക് തമാശ പോകും. ഞാൻ ചോദിച്ചു എന്താടാ? ഞാനിങ്ങനെ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ നിനക്ക് പള്ളുരുത്തിയിൽ നീ താമസിക്കുന്നത്? അല്ല, എന്റെ അപ്പാപ്പനും അമ്മാമ്മയും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, മുങ്ങിപ്പോയാൽ എന്താ സംഭവിക്കാന്നറിയില്ല. ഫോർട്ട് കൊച്ചിയിലെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇത്രയധികം ആധി നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അതിലൊരു തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ആദ്യം ഉണ്ടാകും. കുറെ ആളുകളുടെ ഉള്ളിൽ വെറുതെ ആദ്യം ഉണ്ടാവുകയും ബ്ലഡ് പ്രഷർ കൂടുകയല്ലാതെ, എന്നാൽ ഈ ആദ്യം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് പരിഹരിക്കാനുള്ള ദീർഘകാലമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, 2006 സമരപന്തൽ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. 2011-12 ഈ സമരം നടക്കുമ്പോ ബഹുമാനപ്പെട്ട നിരപ്പേൽ അച്ഛൻ എന്നെ വിളിച്ചു, സാറ് വരുന്നില്ല എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോണതാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ അവിടെ ധാരാളം ആളുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ഇറങ്ങിപ്പോവും, ആരും ഉണ്ടാവില്ല നിങ്ങളുടെ പന്തലിൽ, അപ്പൊ ഞാൻ വരാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. 2012 ഉണ്ടായ ബഹളം 2013 ആയപ്പോൾ എല്ലാവരും മറന്നു. അങ്ങനെ ഞാൻ അതിനെ മുല്ലപ്പെരിയാർ സിൻഡ്രോം എന്ന് പേരിട്ടു. മുല്ലപ്പെരിയാർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാവും. ജോയിയപ്പോൾ ഞങ്ങളുടെ പോലുള്ള ആളുകൾക്കല്ല, ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം വരും. എല്ലാവരും വിളിച്ചു കൂട്ടും, യോഗം കൂടും, ചർച്ച നടത്തും, വലിയ സമ്മേളനം നടത്തും. കുറെ കഴിഞ്ഞാൽ എല്ലാവരും മുല്ലപ്പെരിയാർ മറന്നു പോകും. പിന്നെ അടുത്ത വർഷം മുല്ലപ്പെരിയാർ ഓർക്കുക. 2011-12 കാലത്ത് മുല്ലപ്പെരിയാറിന് മെഴുതിരി കത്തിച്ചവരും കുട പിടിച്ചവരും മനുഷ്യച്ചെങ്കല പിടിച്ചവരും ഒക്കെ ഈ കേരളത്തിലുണ്ട്. ഇപ്പൊ അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ. മനുഷ്യച്ചെങ്കല പിടിച്ച ഒരാൾ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ. അന്ന് എന്റെ കയ്യിൽ ആ പ്രസംഗമുണ്ട്. ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. എറണാകുളത്ത് അവസാനത്തെ കണ്ണിയായി ഇന്നത്തെ മുഖ്യമന്ത്രിയും മുല്ലപ്പെരിയാറിൽ ആദ്യത്തെ കണ്ണിയായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ നിന്ന ആ നീണ്ട കണ്ണിയിൽ
പി രാജീവാണ് അന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. പി രാജീവിന്റെ പ്രതിജ്ഞ എന്റെ കയ്യിലുണ്ട്. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടാം എന്ന അവസ്ഥയുള്ള നിലയ്ക്ക് ഗവൺമെന്റുകൾ ഒന്നും ചെയ്യുന്നില്ല. ഉടനെ ചെയ്യണം. ആകെ കുഴപ്പം, മഹാപ്രശ്നം. 12 വർഷം കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ പഴക്കം കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല. മുല്ലപ്പെരിയാർ ശക്തി കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ആശങ്ക വേണ്ട, ജാഗ്രത മതി. അത് അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രവേശം. ആശങ്ക വേണ്ട വേണ്ട അദ്ദേഹത്തിന് ആശങ്കയില്ലെങ്കിൽ നമുക്ക് എന്തിനാ ആശങ്ക? വേണ്ട. അദ്ദേഹത്തിന് വയനാടിനെ കുറിച്ചും ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കവളപ്പാറയെ കുറിച്ചും ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കൂട്ടിക്കലിനെ കുറിച്ചും ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും ഇപ്പോഴും ആശങ്കയുണ്ടോ? ഇപ്പോഴും ആശങ്കയൊന്നുമില്ല. ഞാൻ ഈ വയനാട് ദുരന്തം കഴിഞ്ഞ് ചാനലിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ ഇനി ഗാഡ്ഗിലിനെയോ കസ്തൂരി രംഗനെയോ ഒരാളെ കുറിച്ച് പറയില്ല. അത് പറയേണ്ട കാര്യമില്ല. ഞാനാകെ പറയുന്നത് പരിസ്ഥിതി ദൗർബല്യ മേഖലയെ കുറിച്ചുമല്ല, പരിസ്ഥിതി എന്ന വാക്ക് തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇപ്പൊ പരിസ്ഥിതിയുടെ ലെവൽ വിട്ടിരിക്കുന്നു. ഇനി ദുരന്ത നിവാരണ മേഖല ഏതാണ് എന്ന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ. ദുരന്ത മേഖല ഏതാണ്, ദുരന്തമില്ലാത്ത മേഖല ഏതാണെന്ന് സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ മതി. പരിസ്ഥിതി ഒക്കെ പോകട്ടെ. എനിക്ക് ഇവിടുത്തെ വനം മുഴുവൻ നശിച്ചാലും കുഴപ്പമില്ല, ഇവിടുത്തെ മുഴുവൻ മരം വെട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ മേത്തേക്ക് മല ഉരുണ്ട് വരാതിരിക്കുന്ന സ്ഥലം ഏതാണ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അവിടെ പോയി ജീവിക്കാനാണ്. മഴ പെയ്താൽ എവിടെയാണ് വെള്ളം പൊങ്ങാത്ത സ്ഥലം എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ദുരന്ത സാധ്യത ഉണ്ടോ ഇല്ലയോ, അത് മാത്രമാണ് ഇനി സ്ഥലങ്ങളിൽ വേർതിരിക്കാനുള്ള സ്ഥലം കേരളത്തിൽ. അത് മലയിൽ മാത്രമൊന്നല്ലാണ്ടോ, തീരപ്രദേശത്തും ഇടനാട്ടിലും ഒക്കെ അതിന്റെ അവസ്ഥ ബാധിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താ? മുല്ലപ്പെരിയാർ പോലൊരു വിഷയത്തിൽ 2012 ഇത്രയധികം ആശങ്ക കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിണ്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ കേസിൽ 2014 കേസിൽ ഞാൻ കക്ഷി ചേരുന്നത്. അതിന് കക്ഷി ചേരാനും പ്രത്യേകമായ ഒരു കാരണവും കാലത്ത് റോയ് സാർ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റി പറയുന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള കേസാണ്. വേറെ കക്ഷികളുടെ ആദ്യം അവർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസ്. നിങ്ങളെ കക്ഷി ചേർക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കക്ഷി ചേർക്കാൻ ഞങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു കാരണമാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കത്തിൽ ശാശ്വതവും സമാധാനപരമായ ഒരു നിർദ്ദേശം അതിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. വേറൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പുതിയ ഡാം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തു. പുതിയ ഡാം വരാൻ ഒരു സാധ്യതയില്ല എന്ന് നന്നായി അറിയാവുന്നതും കൊണ്ട് അവിടെയാണ് ആദ്യത്തെ ചോദ്യം. ഇപ്പൊ പൊട്ടാൻ പോകുന്ന ഒരു ഡാമിന് എങ്ങനെയാ പുതിയ ഡാം പരിഹാരമാവുക? 2012 ഇപ്പോൾ പൊട്ടുമെന്ന് പറയുന്ന ഒരു ഡാമിന് നിങ്ങൾക്ക് എത്ര കൊല്ലം കൊടുക്കും ഒരു ഡാം പണിയാൻ? ഏറ്റവും ചുരുങ്ങിയത് 10, 15, 20, 25. ഇത് ചിലപ്പോൾ വരൂല്ല. 20, 25 വർഷം എടുക്കും. എങ്ങനെ ശ്രമിച്ചാലും ഇപ്പൊ എത്ര ഗംഭീര മന്ത്രിയായാലും, കാരണം അതിന്റെ പെർമിഷൻ കിട്ടണം, അതിന്റെ ഡിസൈൻ ഉണ്ടാക്കണം, അത് വലുതാക്കി പണിയണം. അതിന് പെർമിഷൻ കിട്ടുക എന്നുള്ളത് തന്നെ പ്രശ്നം. അതിന് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞ പോലെ കേരളവും തമിഴ്നാടും തമ്മിൽ ഒത്തുതീർപ്പിലെത്തണം. ഇതിന് എത്ര കൊല്ലം കൊടുക്കും? അതുവരെ ഈ ഡാം സേഫാണ്. അപ്പോ അവിടെയാണ് ഞാനിതിൽ ഒരു ചതി ഞാൻ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകളോട് ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കേസിൽ ഒരിക്കലും മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷനും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ല? കേരളം ആവശ്യപ്പെട്ടതേയില്ല. റസൽ സാറിന് അറിയാം, കേരളം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതേയില്ല മുല്ലപ്പെരിയാർ. എന്താ കാര്യം? അവിടെയാണ് ഇതിലെ കളി. എനിക്ക് മനസ്സിലായിടത്തോളം കളി. റസൽ സാറിന് വേറെ കളി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ അതേ കളി. മുല്ലപ്പെരിയാർ ഡാം 136 അടിയിൽ താഴ്ത്തരുതെന്നാണ് ഉയർത്തരുതെന്നാണ് കേരളത്തിന്റെ വാദം. ബഹുമാനപ്പെട്ട നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ ഇവിടെ ഇരിക്കുന്നല്ലോ. ഒരു കോടതിയിൽ പോയി നിങ്ങൾ 136 അടിയിൽ കൂടുതൽ ഉയർത്തരുത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? 136 അടി വരെ മുല്ലപ്പെരിയാർ സേഫ് ആണ് എന്നാണ്. കോടതി എങ്ങനെ എടുക്കുക അല്ലെ? 136 കൂട്ടരുത് എന്നാണ് നമ്മൾ പറഞ്ഞേ. അപ്പൊ 136 അടി വരെ മുല്ലപ്പെരിയാർ സേഫ് ആണ് എന്ന് തന്നെയാണ്. അത് തന്നെ കോടതി എടുത്തുള്ളൂ. കോടതി പരിശോധിച്ചത് 136 സേഫ് ആണെങ്കിൽ 142 സേഫ് ആണ് എന്ന് കോടതി പറഞ്ഞു. ശരിയല്ലേ? 6 ഗ്രാവിറ്റി ഡാമിന് ജലനിരപ്പ് 6 അടി ഉയർത്തിയത് കൊണ്ട് ഡാമിന് പ്രത്യേകിച്ച് ഒരു തകരാറുണ്ടാവില്ല. ഗ്രാവിറ്റി ഡാമിന് അവിടെയാണ് കേരളത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം. അതുകൊണ്ട് 136 അടിയിൽ താഴ്ത്തണം എന്നല്ല, അങ്ങനെയല്ല പറയേണ്ടത്. 136 അടിയിൽ കൂടുതലാകരുത് എന്നല്ല. ഡാം 100 വർഷം കഴിഞ്ഞ ഡാമാണ്, ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് കേരളം ആദ്യം മുതൽ ആവശ്യപ്പെട്ടില്ല. അതിനു പകരം കേരളം ചെയ്തത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചല്ല, എല്ലാ ഗവൺമെന്റുകളെ കുറിച്ചും. ഞാൻ ഒരു പാർട്ടിയെ കുറിച്ചും പറയുന്നില്ല. കേരളത്തിൽ ഒരു പാർട്ടിയും ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല ഇന്നുവരെ. രണ്ടാമത്തെ പ്രശ്നം എന്താ? മുല്ലപ്പെരിയാർ. അപ്പൊ തമിഴ്നാടിന് വെള്ളം വേണ്ടില്ല. അത് വേറെ ചർച്ച ചെയ്യാം. അല്പം ചർച്ചയ്ക്ക് വരെ തമിഴ്നാടാണ്.
അപ്പൊ തമിഴ്നാടിന്റെ ആവശ്യമാണ് വെള്ളം എങ്ങനെ അവർക്ക് കിട്ടുന്നത്. അത് രണ്ടാമത്തെ വിഷയം, കേരളം ഈ കേസിൽ ഹാജരാക്കിയ 2 പഠനങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൂർക്കി IITയുടെ പഠനവും ഡൽഹി IITയുടെ പഠനം. ഒന്ന്, ഭൂചലനത്തിന്റെ ഫലമായി മുല്ലപ്പെരിയാർ തകരാൻ സാധ്യതയുണ്ടോ? 6.5 റിക്ടർ സ്കെയിലിൽ കൂടുതൽ ഭൂചലനമുണ്ടായാൽ മുല്ലപ്പെരിയാർ തകരും എന്നാണ് ഒരു IIT കൊടുത്ത പഠനം. 6.5 റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഭൂചലനമാണ്. യാത്തൂരിൽ ഉണ്ടായത് 4.5 താഴെയാണ്. ഗുജറാത്തിൽ കച്ചിലും ഉണ്ടായത് 5 താഴെയാണ്. അപ്പൊ 6.5 എന്ന് പറഞ്ഞ ഒന്ന് ആലോചിക്കുക, ഇത്ര ഭൂചലനം. രണ്ടാമത്തെ കേസ് കേരളം പറഞ്ഞത് മറ്റൊരു IITയുടെ പഠനം ഫ്ലഡിംഗ് ആണ്. ഒരു ഗ്രാവിറ്റി ഡാം തകരാൻ 2 കാരണങ്ങളെ ടെക്നിക്കലി പറയുള്ളൂ. ഒന്നുകിൽ അത് ഭൂചലനം വന്ന് അത് പിടർന്നു പോകണം, അല്ലെങ്കിൽ അത് ഓവർഫ്ലോ ചെയ്യണം. ഓവർഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഡാമിന് മുകളിലൂടെ വെള്ളം ഒഴുകണം. അങ്ങനെ വേണമെങ്കിൽ 152 അടി മാക്സിമം ലെവലും 155 അടി അതിന്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് ലെവലാണ്. 152, 155 ആണ് അതിന്റെ പരമാവധി ലെവൽ. 155 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വെള്ളം ഡാമിന്റെ മുകളിൽ കൂടി താഴേക്ക് പോകും. അതിന് മുമ്പ് നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോ 135 അടി കൂടുതൽ വരണമെങ്കിൽ, 155 അടിയിൽ കൂടുതൽ വരണമെങ്കിൽ എങ്ങനെ വേണം? അതിനെ ഒരു IIT കണ്ടെത്തിയത് 70 സെന്റിമീറ്റർ മഴ ഒരു ദിവസം മുല്ലപ്പെരിയാർ നാവാക പ്രദേശത്തിൽ ഒറ്റയടിക്ക് നിന്ന് പെയ്താൽ ഇത് വെള്ളം കവിയും. കാരണം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അവിടെ വരും. അതാണ് എന്റെ തിയറി. ഈ 2 പഠനം കൊണ്ട് ചെയ്യുന്നു. ഈ 2 പഠനത്തിന് ആദ്യത്തെ കുഴപ്പം, ഒരു 2 വ്യക്തികൾ തമ്മിൽ നടക്കുന്ന 2 സ്ഥാപനങ്ങൾ നടക്കുന്ന ഒരു കേസിൽ ഏകപക്ഷീയമായി ഒരു സ്ഥാപനം നടത്തിയ പഠനം ഒരിക്കലും കോടതി അംഗീകരിക്കില്ല. നിയമത്തിന്റെ പ്രാഥമികമായി അറിയാവുന്ന ആർക്കും അറിയാം. അല്ലെങ്കിൽ കോടതി കമ്മീഷനെ വെക്കണം. കോടതി പറഞ്ഞ് പഠിപ്പിക്കും. കോടതി വലിയ IITയോട് പറയണം പഠിക്കൂ, കോടതി റൂർക്കി IITയോട്. ഇതങ്ങനെയല്ല, നമ്മളൊരു പഠനം ഉണ്ടാക്കി കൊണ്ടില്ല ഇതിനെ പുറത്തായിരുന്നു. ആ പഠനം നിലനിൽക്കില്ല എന്നറിയാത്ത പൊട്ടന്മാരൊന്നുമല്ല കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ മുതൽ 100 കണക്കിന് 200, 300, 500 വക്കീലന്മാരെ നമ്മൾ കാശ് കൊടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. അവരെ നോക്കിയില്ല, അവിടെ കൊണ്ടുവന്ന ഒരു പഠനം. ഇതാണ് ഇവിടെയാണ് പ്രശ്നം. ഇത് പൊളിറ്റിക്കലാണ്, ലീഗലായിട്ടല്ല ഇവർ ബാറ്റിൽ ചെയ്യുന്നത്. കേരളം ഒരിക്കലും, അത് തമിഴ്നാടുമായല്ല പൊളിറ്റിക്കലായി ബാറ്റിൽ ചെയ്തത്, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന ബാറ്റിലാണ് ഇവർ നടത്തിയത്. ഇത് എടുക്കില്ല എന്ന് അവർക്കറിയാം. കോടതി വലിച്ചു ദൂരം, ഒരു സംശയവും വേണ്ട. അപ്പോഴാണ് ആ കേസിൽ എന്റെ ഹർജി അവിടെ ചെല്ലുന്നതും. ആ ഹർജി പ്രത്യേക എന്റെ ഒരു ടെക്നിക്കൽ പ്രപ്പോസലാണ്. 104 അടിയിലേക്ക് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് താഴ്ത്തുക എന്നും ഡീകമ്മീഷനിങ് കൊണ്ടുവരാനും 50 അടി ലെവലിൽ നിന്ന് ടണലിട്ടാൽ, ബാക്കി മലയാണ്, ടണലിട്ടാൽ തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാമെന്നും തമിഴ്നാടിന് ശേഖരിക്കേണ്ട സബാധ്യതയുണ്ട് എന്നും ആണ് അതിലെ കാര്യം. കാരണം വെള്ളം ശേഖരിക്കാമെന്ന് കേരളം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയുണ്ട്. കാവേരി നദീജല കരാറിൽ വളരെ കൃത്യമായി പറയുന്നത് കർണാടക വെള്ളം കൊടുക്കാം, പക്ഷേ ശേഖരിക്കുന്ന പണി തമിഴ്നാട് ചെയ്യണം. അത് തന്നെ തമിഴ്നാടോട് നമുക്ക് പറയാം, ഞങ്ങൾ വെള്ളം തരാം, 104 അടി വരെ ഇവിടെ ശേഖരിക്കാൻ പറ്റൂ, നിങ്ങൾ 50 അടിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുക. അവരിപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകയിലൊക്കെ 2-3 TMCയുടെ ഒക്കെ ശേഖരണി അവർക്ക് ഉണ്ടിപ്പോ. 6 TMC വെള്ളം ഈ മുല്ലപ്പെരിയാറിൽ ആകെ ഉണ്ട്. അതുപോലെ 2 റിസർവോയറും കൂടി ഉണ്ടാക്കിയാൽ അവർക്ക് കിട്ടും. ആകെ അവർക്ക് വരാവുന്ന ഒരു നഷ്ടം ഇതുകൊണ്ടുണ്ടാക്കുന്ന ചെറിയൊരു പവറാണ്. വളരെ കുറച്ച് പവറേ അവരുണ്ടാക്കുന്നുള്ളൂ. നമ്മുടെ എന്താ പറയുക, കല്ലാർകുട്ടി അതുപോലത്തെ അതിനേക്കാളൊക്കെ കുറവ് പവറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ പവറിന്റെ കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച ചെയ്യാം. കേരളത്തിൽ പൈസ തരുന്നതാണ് അവര്, അത് വേണ്ടെന്ന് വെച്ചാൽ മതി, അതെന്തെങ്കിലും ചെയ്യാം. ഇതൊരു സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ ഉണ്ട് എന്നും ഈ സൊല്യൂഷൻ വർക്കബിൾ ആണ് എന്നും സുപ്രീം കോടതിയുടെ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ബോധ്യം വരികയും സുപ്രീം കോടതിക്ക് ബോധ്യം വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2014 കേസിലെ വിധിയിൽ, ഇപ്പോൾ ഏറ്റവും ആധികാരികമെന്ന് ആളുകൾ പറയുന്ന വിധിയിൽ, ഈ 142 അടിയാക്കാൻ പറയുന്നതോടൊപ്പം തന്നെ 2 ഓൾട്ടർനേറ്റീവ് അവർ പറയുകയും, ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ് പുതിയ ഡാമാണ്, കേരളം ആവശ്യപ്പെട്ടതാണ്. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിയിൽ വളരെ വ്യക്തമായി ഈ നിർദ്ദേശം 2 സംസ്ഥാനങ്ങളും പഠിക്കണമെന്നും കഴിയുമെങ്കിൽ നടപ്പാക്കണമെന്നും. കാരണം 104 അടി അടി വന്നാൽ കേരളത്തിന് നല്ല ഒരു സംസ്ഥാനത്തിന് ഒരു ഭീഷണിയുമില്ല, അതിൽ വെള്ളവും ഇല്ല, വെള്ളം ഉണ്ടാവില്ല. പൊട്ടിയാലും പൊളിഞ്ഞാലും ആകെ ഒരു ചെറിയ കുളം പൊട്ടിപ്പോരുന്ന പോലെയുള്ള അവസ്ഥയെ അതിനുണ്ടാവൂ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇതാണ് പറഞ്ഞ്. ഇനി ഞാൻ ബാക്കി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇതിനോട് പറയാത്തത്? വയനാട്ടിൽ മേപ്പാടിക്ക് ടണലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ആലോചിക്കണം. മേപ്പാടി
മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടാവല്ലോ അല്ലെ? മേപ്പാടി അറിയാത്തവർക്ക് ഇപ്പൊ മേപ്പാടിക്ക് അറിയാം. വയനാട് ചുരത്തിന് താഴെ നിന്ന് മേപ്പാടിക്ക് ടണൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളത് ദൈവത്തിന് അറിയാം, ദൈവം ഉണ്ടെങ്കിൽ. അപ്പോ അത്രേ പറയാൻ പറ്റുള്ളൂ. അത് അതിനു മുമ്പ് വയനാട് ഇടിഞ്ഞു പോവില്ല എന്നും ഒരു ഉറപ്പില്ല. ഇവിടെ കുളു മണാലിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടണൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ടണലോട് കൂടി ഇടിഞ്ഞു താഴേക്ക് പോയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് അവിടെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്ഥലമാണ്. അതുപോലെയുള്ള സ്ഥലമൊന്നുമല്ല മുല്ലപ്പെരിയാർ, അത്രയൊന്നുമില്ല. വളരെ നല്ല റോക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതിന്റെ മുകളിൽ വെജിറ്റേഷനും ഇല്ല, ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, എന്തുകൊണ്ടാണ് വയനാട്ടിൽ ടണലാവാം മുല്ലപ്പെരിയാറിന് ടണൽ പറ്റില്ല എന്ന് പറയുന്നത്? ടണലിനോടുള്ള വിരോധം കൊണ്ടല്ല. ഡാം ഉണ്ടാക്കിയാൽ ഇവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടാവും, നമുക്കറിയാം. മരം വെട്ടിയാൽ ഒരുപാട് ഉണ്ടാവും, അതൊന്നുമല്ല. അതൊക്കെ ചെറിയ കാര്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തൊടുപുഴക്കാർക്കും ഇടുക്കിക്കാർക്കും ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളുന്നില്ല. നിങ്ങൾ എല്ലാവരും കുമിളിയിൽ പോയിട്ടുണ്ടാവും. കുമിളിയിൽ ബോട്ട് ഓടിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിലാണ് എന്നറിയാത്തവരാണ് പലരും. ഞാൻ പലരോടും ചോദിച്ചു, മുല്ലപ്പെരിയാർ ഡാമിലാണോ ഞങ്ങൾ ഈ ബോട്ട് ഇന്നലെ പോയി ഓടിച്ചത്? ഇപ്പൊ ഈ വിവാദമായ മുല്ലപ്പെരിയാർ ഡാമിലാണ് നിങ്ങൾ ബോട്ട് ഓടിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ ബോട്ട് ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് താത്തിയാൽ സംഭവിക്കും. 104 അടിയായാൽ കുമിളിയിൽ ബോട്ടിംഗ് നടക്കും.